അങ്ങനെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ മെല്ലെ തലയൊക്കെ പൊക്കി അങ്ങോട്ട് എണീറ്റു. അങ്ങനെ ആദ്യം തന്നെ പോയി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് സിറ്റ് ഔട്ട് പോയി പുറത്തേക്ക് നോക്കിയിരുന്നു. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്ത് കഴിക്കണം, എന്തേ കഴിക്കണോ, വിശക്കുന്നൊന്നും ഇല്ലാലോ. പിന്നെ ഞാൻ കരുതി എന്നാൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കാം. വീട്ടിൽ വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ഞാൻ ടെറസിന്റെ മുകളിലേക്കൊന്നും കയറി നോക്കിയിട്ടില്ലായിരുന്നു. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്പോട്ടാണത്. അവിടെ പോയിരുന്നപ്പോ എന്തോ ഒരു ആശ്വാസം പോലെ. താഴേക്ക് പോയപ്പോ അനിയൻ ഇതേ മാംഗോ ജ്യൂസ് ഒക്കെ അടിച്ചു കൊണ്ടുത്തരും. അവിലൊക്കെ ഇട്ടിട്ട് വെറൈറ്റി ഒക്കെ ആക്കിയിട്ടാണ് കൊണ്ടുത്തരുന്നത്. പക്ഷെ വയറിനൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. 2 ദിവസമായി ഞാനത് കുടിക്കുന്നു. ഈ മുന്തിരി ഇനിയും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേടാവുമെന്ന് മനസ്സിലായത് കൊണ്ട് ഞാൻ ഇതെടുത്ത് ജ്യൂസ് അടിക്കാന്ന് കരുതി. അതിന്റെ ഇടയ്ക്ക് എനിക്ക് പേട് വാങ്ങാൻ പോയവൻ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇന്ന് ചോറൊന്നും കഴിക്കാത്തതുകൊണ്ട് മീൻ പൊരിച്ചതിന് ശേഷം ചോറ് കഴിക്കാന്ന് കരുതിയതാണ്. അത് ഇങ്ങനെയായി. ഇതിന്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അടുക്കള ഞാനൊരു പടക്കളാക്കിയിട്ടുണ്ട്. പീരിയഡ്സ് ആയതുകൊണ്ട് ഒരു ചോക്ലേറ്റ് കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് വിചാരിക്കുമ്പോഴത്തേക്കേ 2 ചോക്ലേറ്റ് എന്റെ കൈപ്പെട്ടു. ചോക്ലേറ്റ് കഴിച്ചുകൊണ്ട് ചോറ് വേണ്ടാന്ന് വെച്ചു. അതുകൊണ്ട് ഒരു ചായ കുടിക്കാന്ന് കരുതി. രാത്രി ആയപ്പോ കപ്പയും മീനും കഴിച്ചു. ഇതാണ് ഞാൻ ഇന്ന് കഴിച്ച ഏക ഒരു ഭക്ഷണം എന്ന് പറയാം. പിന്നെ നേരത്തെ അടിച്ചു വെച്ച ജ്യൂസും കുടിച്ച് ഇനി ഞാൻ പോയി വിശ്രമിക്കട്ടെ. ശരി ഗൈസ്.